ക്ലൈമാക്സ് അടിപൊളിയായി. ഓ നല്ല സിനിമ. ഇന്നലെ നടന്നതും ഇന്ന് നടക്കാനുള്ളതും നാളെ നടക്കുന്നതുമായി. അത് ഏതിനാണ് ഇല്ലാത്ത രാഷ്ട്രീയം? എന്ത് കാര്യം നല്ല നടന്നാലും എല്ലാം ചർച്ച തന്നെയാണ്. ഇത് വെറുതെ പറയണേ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു, പൊളിച്ചു, അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ പടം, അടിപൊളി പടം. നെഗറ്റീവ് ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും അങ്ങനെ തോന്നില്ല. പൊളിറ്റിക്സ് ഒക്കെ വെറുതെ പറയുന്നത്, കോൺസ്പിറസി. പൊളിറ്റിക്സിൻ്റെ കാര്യമില്ല, അത് അവർ കാണിക്കുന്ന ആദ്യം കാരണഹേതുവായ കാര്യവും കാണിക്കുന്നുണ്ട്, അതിനുശേഷമുള്ളതും കാണിക്കുന്നുണ്ട്. അതൊരു സിനിമയായിട്ട് തന്നെ കാണാവുന്ന ഒരു കാര്യമുള്ളൂ. നല്ല മേക്കിങ്, നല്ല സിനിമ, നല്ല എൻഗേജ് ആയിരുന്നു, നല്ല സിനിമ. ഈ പറയുന്ന പോലെ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഒന്നും നമുക്കത് ഇതാക്കിയിട്ടില്ല. എല്ലാ പാർട്ടിനും കൊടുത്തിട്ടുണ്ട്. നല്ല ഫിലിം. പൃഥ്വിരാജിൻ്റെ വർക്ക് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. ഇവരെല്ലാം ഇത് കട്ട് ചെയ്തിട്ടില്ല. എന്തായാലും പൃഥ്വിരാജ് മേക്കിംഗ് സൂപ്പർ ഫിലിം, അടിപൊളി പടമാണ്. വിഷ്വൽ എഫക്റ്റ് അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. നന്നായിട്ട് വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല പടം നല്ല സൂപ്പറായിരുന്നു. കൊള്ളാം, നല്ല നല്ല പടം. ഒന്നാമത് നമ്മൾ ലാലേട്ടനെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ പുള്ളി കുഴപ്പപ്പെടുത്തൊരു മാജിക് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് പലത് കണ്ടിട്ടുണ്ട്. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ദീപക് ദേവിൻ്റെ. എനിക്കത് കുറവായിട്ട് തോന്നിയിട്ടില്ല. കാരണം പുള്ളി പറ്റുന്നൊരു മാക്സിമം ലെവലിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പലരും ഇതിനെ കമ്പയർ ചെയ്യുന്നത് അനിരുദ്ധ് പോലുള്ള വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വെച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ചാണ് പുള്ളി കമ്പയർ ചെയ്യണം. പക്ഷേ പുള്ളിക്ക് ഇങ്ങനെ കാര്യപ്പെടുന്നതെന്ന് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അത് നല്ല ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട സിനിമയൊന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പൃഥ്വിരാജ് സുകുമാരൻ എനിക്ക് തോന്നുന്നൊരു വേൾഡ് ക്ലാസ് സിനിമ എടുത്തിരിക്കുകയാണ്. അടിപൊളി, കൊള്ളാം, നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, അടിപൊളി നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഈ പ്രതികരണങ്ങൾ വരുന്ന പോലെ അല്ല, ബെറ്ററാണ്. കുഴപ്പമില്ല. മഞ്ജു വാര്യർ കൊള്ളായിരുന്നു, നല്ല സിനിമ. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. അതൊന്നും അറിയില്ല. നല്ല സിനിമയായിരുന്നു. ഇനി അടുത്ത് വരുന്നത് എന്നെക്കാട്ടും നല്ലതായിരുന്നു ലൂസിഫർ. കുഴപ്പമില്ല, നല്ല സിനിമ. മഞ്ജുവിനോട് സൂപ്പറായിരുന്നു. മഞ്ജു പടം കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പാരിസൺ ചെയ്യുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ലൂസിഫർ കുറച്ചുകൂടി ബെറ്ററാണ്. ഇത് നോക്കുമ്പോൾ അത്യാവശ്യം മേക്കിംഗ് കൊള്ളാം, മേക്കിംഗ് അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ശരി, ബി ജി എം അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ സസ്പെൻസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസും ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഈ കുറേ പേര് ഈ എന്തോ ഇതിനെ പറ്റി എന്തോ ഒരു വിഷയം ഡീഗ്രേഡിങ്ങും കുറേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇവന്മാർക്ക് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇവന്മാർക്ക് എങ്ങനെയും ഈ സിനിമ താഴെ കൊണ്ടുവരാനാണ് ശ്രമം. 200 കോടി അത് കണ്ടായിരുന്നു. കുറേ പേര് ഇത് മെസ്സേജ് കണ്ടപ്പോൾ അറിഞ്ഞ്, അപ്പോൾ 200 കോടിയൊക്കെ എത്തിയെന്ന് അറിഞ്ഞ്. ഇത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നേരത്തെ മെർസൽ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിന് ഇന്നവരിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ പേര് പറയുന്നത് അതും ഇതും തമ്മിൽ ഒരു ബന്ധവും എന്നാണ് പറയുന്നത്. അതിപ്പോൾ ബന്ധമില്ലെന്ന് പറഞ്ഞ, പക്ഷേ വിഷയം ഒരുവിധം സംഭവം സെയിം അല്ലേ? അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിപ്പോൾ ലൈക്ക് ലാലേട്ടൻ തന്നെ ഇങ്ങനെ മാപ്പ് പറയേണ്ട ഒരാവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവന്മാർക്ക് ആണേൽ കുറേ അതും ഇതങ്ങ് ചുറിയും, അതും ഇതും കണ്ടങ്ങ് ചുറിഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതാണ് ഇവന്മാരുടെ പ്രശ്നം. എന്തായാലും പടം ഹാപ്പിലി ആയിട്ട് കാണാം. ഇത് നിങ്ങൾ പൊളിറ്റിക്കൽ അതിൻ്റെ ആംഗിളായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
പടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ പ്രേമിയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അമ്മമാരുടെ കുറേ സംഗീതം അതും ഇതിൻ്റെ ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയേ ഉള്ളൂ എനിക്കും പറയാനുള്ളത്.